ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു ആഗം ടോക്സ്. അപ്പോൾ ആഗം ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മാൽദീവ്സിൽ ഒരു ജോലി നോക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത്. എനിക്ക് യൂഷ്വലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളെ കുറിച്ചൊക്കെ എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ സംഭവം കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ജോലി നോക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം വെബ്സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വിക്കർ പോലെ അല്ലെങ്കിൽ ഇൻഡീഡ് പോലെ നൗക്കരി പോലെയുള്ള വെബ്സൈറ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. അതേപോലെ മാൽദീവ്സിൽ നമുക്ക് റിലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഏത് ട്രേഡിലാണോ ജോലി നോക്കുന്നത്, ഒരുവിധ എല്ലാ ട്രേഡും അതിൽ ഇൻക്ലൂഡഡ് ആണ്. എത്രത്തോളം വേക്കൻസി ഉണ്ട്, കറണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന വേക്കൻസീസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. യൂഷ്വലി നമ്മൾ മാൽദീവ്സിലൊക്കെ ജോലി നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ജോലി നോക്കേണ്ടി വരിക. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ജോലി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുത്. അപ്പോൾ ആ വെബ്സൈറ്റിന്റെ പേര് ജോബ് മാൽദീവ്സ് എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിലുള്ള ആ വിവരങ്ങൾ എല്ലാം ഞാനൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് അതിൽ ജോബ് മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ ആ പ്രോംപ്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. അത് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ജോബ് മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇന്റർഫേസിലാണ്. അതിൽ ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റീസെന്റ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്കമിങ് കരിയർ ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസും സ്കോളർഷിപ്സും മാൽദീവ്സ് ടൂറിസം ന്യൂസുകളും ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ആ ഒരു താഴേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ടോപ്പ് എംപ്ലോയേഴ്സ്, അതായത് കമ്പനികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കമ്പനികളുടെ പേരുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കമ്പനികളൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയായിട്ട് കാൻഡിഡേറ്റ്സിനെയൊക്കെ ഹയർ ചെയ്യുന്നത്. അതൊരു ലോങ് ലിസ്റ്റ് തന്നെയാണ് കേട്ടോ. കുറേ കമ്പനികളുടെ റിസോർട്ടുകളുടെയും വില്ലകളുടെയും ഒക്കെ പേരുകൾ അല്ലെങ്കിൽ ആ കമ്പനികളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ കമ്പനികളുടെ ലിസ്റ്റിന് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ട്രേഡുകൾ, അതായത് ജോലികൾ ഓരോ കാറ്റഗറൈസ് ചെയ്ത് അവിടെ കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന പോലെ അക്കൗണ്ട്സിലേക്ക്, അഡ്മിനിലേക്ക്, അതുപോലെ അഗ്രികൾച്ചർ, എയർപോർട്ട്, അറബിക് സ്പീക്കിംഗ്, ഏവിയേഷൻ, ബൊട്ടീക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ജോലി നോക്കുന്ന ഓരോരോ കാറ്റഗറിയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ നമ്പേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മളുടെ ജോബ് എന്താണോ, നമ്മൾ നോക്കുന്ന ജോബ് എന്താണോ, അത് ആ ഒരു കാറ്റഗറിയിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കമ്പനി സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൽ റീസെന്റ് ജോബ് ഓപ്പണിങ്സ് കാണാൻ വേണ്ടി പറ്റും. അതായത് കറന്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസ് ആണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം എക്സിക്യൂട്ടീവ് ഷെഫിന്റെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജറുടെ, അങ്ങനെ പറഞ്ഞിട്ട് നിറയെ വേക്കൻസീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്നാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ നേരെ ആ ഒരു കമ്പനിയിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്കൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ ഈ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ ലാംഗ്വേജസും അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മലയാളം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മലയാളത്തിൽ നമുക്ക്, അപ്പോൾ ഈ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി മലയാളത്തിലേക്ക് മാറും. അപ്പോൾ ആ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിലുള്ള കണ്ടീഷൻസും ഒക്കെ നമുക്ക് മലയാളത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതൊരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഭാഗം അത് ചേർത്തിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷ ഒരു പ്രശ്നമായിട്ട് ആരും കണക്കാക്കണ്ട. അതിനും ഒരു വഴി ഈ വെബ്സൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും റീസെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിന്റെ ഡീറ്റെയിൽസ്, ആ കമ്പനീസ് ആ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ആ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടി
ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു ജോബ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മാൽദീവ്സിലേക്ക് ജോലി നോക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഇത് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് അൻലിവി സൈനിങ് ഓഫ്. ബൈ ബൈ.